ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1 വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റുകൾക്ക് ഒരു അവധിയാണ്. മഹാരാഷ്ട്ര ഡേയോടനുബന്ധിച്ച് NSEയും BSEയും ക്ലോസ്ഡ് ആയിരിക്കും. ഇനി ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ നിഫ്റ്റി ഈ ആഴ്ച നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. 1% മുകളിൽ ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിഫ്റ്റി ബാങ്ക് ഇടിയുകയുണ്ടായി. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ളത് ക്രൂഡ് ഓയിൽ പ്രൈസുകളാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് 4 വർഷത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ഇന്നലെ എത്തി നിൽക്കുന്നത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $126 ടച്ച് ചെയ്തെങ്കിലും അവിടെ ആ ഒരു ഹൈയിൽ നിന്നും ഒരു സെല്ലിംഗ് പ്രഷർ വന്നതോടെ $114 ഇന്നലെ ക്ലോസ് ചെയ്യുകയുണ്ടായി. വെസ്റ്റ് ഏഷ്യൻ വാറും കൂടാതെ UAE ഒപ്പക്കിൽ നിന്നും പിന്മാറിയതുമാണ് ഇപ്പോൾ ഓയിൽ പ്രൈസുകൾ ഇത്രയധികം ഉയരാനുള്ള കാരണമായത്. ഇതുകൂടാതെ റുപ്പി പുതിയ റെക്കോർഡിലോ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തു വന്ന ഒരു വലിയ കമ്പനിയുടെ റിസൾട്ട് കൂടി നോക്കിയതിന് ശേഷം നമുക്ക് മറ്റ് ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രമുഖ FMCG കമ്പനിയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ Q4 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. മാർച്ച് ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 2,992 കോടി രൂപയായിരുന്നു. അതായത് 21.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് 16,351 കോടി രൂപയാണ്. 7.6% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു ഇത്. ഇനി റിസൾട്ടിൽ കുറച്ച് പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ കൂടി പറയാനുള്ളത്, വോളിയം ഗ്രോത്തിൽ 6% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കാണുന്നത്. കഴിഞ്ഞ 15 ക്വാർട്ടറിലെ ഏറ്റവും ഉയർന്ന ഒരു വോളിയം ഗ്രോത്ത് കൂടിയാണിത്. ഇനി എബിറ്റഡയായി പുറത്തു വന്നിരിക്കുന്നത് 3,841 കോടി രൂപയാണ്. എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതലായിട്ട് തന്നെയാണ് എബിറ്റഡയും പുറത്തു വന്നിരിക്കുന്നത്. മാർജിൻ മാത്രമാണ് ഒരു പ്രഷർ ഉള്ളതായിട്ട് കാണുന്നത്. എന്നിരുന്നാലും കമ്പനിയുടെ ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും ക്രൂഡ് ഓയിൽ വോളറ്റാലിറ്റിയും കറൻസി ഫ്ലക്ച്വേഷനൊക്കെ ഒരു ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. കമ്പനി 41 രൂപയാണ് ഡിവിഡൻഡായിട്ട് പ്രഖ്യാപിച്ചത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ നമുക്ക് ആദ്യം ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കാം. നിരവധി ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് മെയ് ഡേയോടനുബന്ധിച്ച് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,351 എന്ന നിലയിലാണ്. 204 പോയിൻറ്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 250-ലേറെ പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് നമുക്ക് തിങ്കളാഴ്ച സാധ്യത കാണുന്നത്. ഏതായാലും ഇനി ഇന്നത്തെ ട്രേഡിംഗ് ദിവസം കൂടി അവസാനിച്ചതിന് ശേഷം എത്തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി യൂറോപ്യൻ വിപണിയും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US മാർക്കറ്റുകളിലേക്ക് ഇന്നലെ US മാർക്കറ്റുകൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 1.62% ഉയർന്നു. S&P 500 1%, നാസ്ഡാക്ക് 0.89% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. ഇന്നലെ US-ൽ നല്ല മൂവ്മെൻറ്റ് നടത്തിയത് ആൽഫബറ്റ് ആയിരുന്നു. ഏകദേശം 10%-അടുത്താണ് ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം സ്റ്റോക്ക് ഉയർന്നത്. ഓയിൽ പ്രൈസുകൾ ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും $126 ടച്ച് ചെയ്തിരുന്ന ബ്രണ്ട് പിന്നീട് ഡൗൺ ആയത് വലിയ ഒരു ആശ്വാസം തന്നെയായി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 0.97% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.99% ഉയർന്നു. ICICI ബാങ്ക് 0.11% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.59% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.66% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന കുറച്ച് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഫിലാടെക്സ് ഇന്ത്യ, രാമകൃഷ്ണ ഫോർജിംഗ്, സെൻ ടെക്നോളജീസ് തുടങ്ങിയവയാണ്. നാളെയാണ് പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ട് വരുന്നത്. അതിൽ കൊഡാക് മഹീന്ദ്ര ബാങ്ക്, അവന്യൂ സൂപ്പർ മാർട്ട്സ് തുടങ്ങിയ കമ്പനികളുമുണ്ട്. വിപണിയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി നമ്മുടെ വീഡിയോ ഒക്കെ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.